പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം, പ്രാർത്ഥിക്കാം. ഇത് ആരാധനയുടെ സമയമാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ ആലയത്തോട് ചേർന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒത്തിരി മക്കൾ വലിയ ഭാരത്തോടും നൊമ്പരത്തോടും ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി അസ്വസ്ഥതകളുടെ നടുവിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ നമ്മളെ അത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിലായിരിക്കണമെന്നില്ല നമ്മൾ. പക്ഷേ നമ്മളോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകായിരങ്ങൾ വലിയ അസ്വസ്ഥതകളുടെയും സങ്കടങ്ങളുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെ ഒക്കെ നടുവിലാണ്. ഒരു കുടുംബമായി ഈ ആരാധനയിൽ പങ്കുചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ കൂടെ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 145-ാം സങ്കീർത്തനം 13-ാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്: അവിടുത്തെ രാജത്വം ശാശ്വതമാണ്, അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. തലമുറകളോളം തൻ്റെ അനുഗ്രഹം വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായൊരു ദൈവം. കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം നമ്മോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ പൂർത്തിയാക്കിയിരിക്കും. കർത്താവേ, അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങളും ആകുലതകളൊക്കെ അറിയുന്നവൻ നീയാണ്. ഇവർക്ക് വേണ്ടതെന്തെന്ന് അറിയുന്നവൻ കർത്താവേ നീയാണ്. ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നാളുകളായി നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന ഇവരുടെ ഹൃദയഭാരം വിശുദ്ധീകരിക്കപ്പെടാൻ, സൗഖ്യം കിട്ടാൻ, വിടുതൽ പ്രാപിക്കാൻ, തടസ്സങ്ങൾ മാറാൻ ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രാർത്ഥനയുടെ വിഷയങ്ങളുണ്ട്. കർത്താവേ, ഇതെല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഉയർത്തുന്നു. ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 142-ാം സങ്കീർത്തനം 6-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, എൻ്റെ നിലവിളി നീ ശ്രദ്ധിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. പീഡിപ്പിക്കുന്നവരിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, നീ എൻ്റെ നിലവിളി കേൾക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഏതറ്റം വരെ തകർക്കപ്പെടാവോ ആറ്റം വരെ തകർക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. എന്നിട്ട് പറയാണ്: ദൈവമേ, എന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. മക്കളെ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറഞ്ഞല്ലോ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന മക്കളെ, ഇതാ ഈശോ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈശോ നിങ്ങളുടെ ചാരയുണ്ട്. നിങ്ങളുടെ ഉള്ളു പിടയുന്നതും ഹൃദയം വിങ്ങുന്നതും ഒക്കെ അറിയുന്ന ഒരു ദൈവം ഇതാ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നത്? ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? കുടുംബത്തെ ഓർത്തോ, മക്കളെ ഓർത്തോ, ജീവിത പങ്കാളി ഓർത്തോ, കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളെ ഓർത്തോ, ഭാവി ജീവിതത്തെ ഓർത്തോ, എന്തൊക്കെയാണ് ഈ നിമിഷം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം വിങ്ങുന്നത് അത് കർത്താവിനറിയാം. ഹൃദയപരമാർത്ഥതയോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഈശോ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് നിൻ്റെ വേദനകൾ കർത്താവ് കേൾക്കുന്ന സമയമാണ്. നിൻ്റെ കണ്ണുനീര് കർത്താവ് കാണുന്ന നിമിഷങ്ങളാണിത്. ഇത് കരുണയുടെ സമയമാണ്. ഇത് ദൈവത്തിൻ്റെ കൃപയുടെ മണിക്കൂറാണ്. ദൈവമേ, ഈ മക്കളിലേക്ക് നിൻ്റെ കരുണ വർഷിക്കണമേ. കർത്താവേ, കുടുംബങ്ങളിലേക്ക് നിൻ്റെ കരുണ വർഷിക്കണമേ. ഈശോയെ, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മക്കൾ ഇതിനകത്തുണ്ട്.
കണ്ണ് നിറഞ്ഞൊഴുകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഹൃദയമല്ലാതെ ഭാരപ്പെട്ടും വിങ്ങിയും കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ജീവിതം കൈവിട്ടു പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങേയറ്റം തകർക്കപ്പെട്ട മക്കള് ഈ ആരാധനയിൽ ജീവിതത്തിൻ്റെ പലയിടങ്ങളിലിരുന്ന് പങ്കുചേരുന്നവരുണ്ട്. കർത്താവേ, നിന്റെ കരുണ വർഷിക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ടുവരെ പൊതിഞ്ഞു പിടിക്കണമേ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ വേദനകൾ ഉയരട്ടെ, നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഹൃദയം കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവസ്നേഹം നിങ്ങളിൽ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിനെ, ചിന്തകളെ കർത്താവേ നീ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, അരുതാത്ത ചിന്തകളിൽ നിന്നും ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ചിന്തകളിൽ നിന്നും വിശുദ്ധീകരിക്കണമേ. നിരാശകൾ മാറിപ്പോകട്ടെ, ആത്മഹത്യാ ചിന്തകൾ വിട്ടുമാറിപ്പോകട്ടെ. ആകുലതകളിൽ നിന്നും കർത്താവേ ഈ മക്കളെ നീ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ദൈവമേ, ഈശോയെ എൻ യാചന കേൾക്കണമേ. ഈശോയെ നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഈശോയെ കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ ഈശോ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. ആമേൻ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. എൻ യാചന കേൾക്കണമേ. എൻ യാചന കേൾക്കണമേ. കർത്താവേ, ഇതാ നിന്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, കർത്താവേ, ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. പ്രാർത്ഥന ആവശ്യമുള്ള അനേകം മക്കളുണ്ട്. പ്രാർത്ഥിക്കാൻ പോലും ആരോരും ഇല്ലാത്ത മക്കളുണ്ട്. ജീവിതത്തിൽ അനാഥത്വം പേറുന്നവരുണ്ട്. ഒറ്റപ്പെട്ടു പോയവരുണ്ട്. എനിക്കാരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരെല്ലാം ഞങ്ങളിപ്പോൾ ചേർത്ത് നിർത്തുന്നു. കർത്താവേ, ഈ നിമിഷങ്ങളിൽ നിൻ്റെ വലിയ കരുണ ഈ ഓരോ മക്കളിലേക്ക് നീ വർഷിക്കണമേ. ഒട്ടുമേലായിരുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കർത്താവ് കേട്ടു. ഇത് വിശ്വസിക്കുക. കർത്താവ് എന്നോട്, എൻ്റെ കുടുംബത്തോട് കരുണ കാണിച്ചു. നന്ദി പറയുക. കർത്താവേ, ഈ നിമിഷങ്ങളിൽ നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ചതിനും ബലപ്പെടുത്തിയതിനും, നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ വർഷിച്ചതിനുമൊക്കെ നന്ദി പറയുന്നു. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈ മക്കളെ, ഈ കുടുംബങ്ങളെ കർത്താവ് ഇവർ സമർപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന
എന്നേരവും സ്തുതി ആരാധന, എന്നേരവും സ്തുതി